അസ്സലാമു അലൈക്കും. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ തവണ അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകളിൽ നിന്ന് 10 എണ്ണം പഠിച്ചു. നിങ്ങളെല്ലാവരും അത് കാണാതെ പഠിച്ചിട്ടുണ്ടോ? കാണാതെ പഠിക്കാത്ത കൂട്ടുകാരെല്ലാവരും അത് കാണാതെ പഠിച്ച് അത് ഉസ്താദുമാർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. വാജിബായ സിഫത്തുകൾ മൊത്തം 20 സിഫത്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ 10 എണ്ണം നമ്മൾ പഠിച്ചു. ഇനി 10 എണ്ണം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകളിൽ നിന്ന് 11ാമത് നമ്മൾ പഠിക്കുന്നത് സമഅ അഥവാ കേൾവി എന്നതാണ്. സമഅ എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാത്തിനെയും കേൾക്കും. ശബ്ദങ്ങൾ മാത്രമല്ല, അതല്ലാത്തതിനെയും അള്ളാഹു തആല കേൾക്കും. അള്ളാഹുവിന് കേൾവി എന്നത് മറ്റാരും നൽകിയതല്ല, അള്ളാഹുവിന് സ്വയമുള്ള ഗുണമാണ്. അള്ളാഹുവിൻ്റെ സ്വയമുള്ള ഗുണമാണ് കേൾവി അഥവാ സമഅ എന്നത്. അള്ളാഹു ശബ്ദങ്ങൾ മാത്രമല്ല, മറ്റെല്ലാത്തിനെയും അള്ളാഹു തആല കേൾക്കും. ഈ കേൾവി എന്ന ഗുണം അള്ളാഹുവിനുണ്ടെന്ന് നാം വിശ്വസിക്കണം. ഇതാണ് 11ാമത് നമ്മൾ പഠിക്കുന്നത്. 12ാമത് നമ്മൾ പഠിക്കുന്നത് ബസ്വർ അഥവാ കാഴ്ച എന്നതാണ്. അള്ളാഹു തആല എല്ലാത്തിനെയും കാണും. നമ്മളും കാണാറുണ്ട്, പക്ഷെ നമുക്ക് എല്ലാത്തിനെയും കാണാൻ കഴിയില്ല. നമ്മുടെ കാഴ്ചക്ക് പരിധികളുണ്ട് അല്ലേ? ഒരു നിശ്ചിത ദൂരത്തിനപ്പുറത്തേക്ക് നമുക്ക് കാണാൻ കഴിയുകയില്ല. എന്നാൽ അള്ളാഹു തആല എല്ലാത്തിനെയും കാണും. നിറങ്ങളെ മാത്രമല്ല, അതല്ലാത്തതിനെയും കാണും അള്ളാഹു തആല. ഈ ഗുണം അള്ളാഹുവിന് സ്വയം ഉള്ള ഗുണമാണ്. നമുക്ക് അള്ളാഹു തആല നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നമുക്ക് ഉള്ള കാഴ്ച അള്ളാഹു തആല നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ആ കാഴ്ച തന്നെ നിശ്ചിത പരിധിയുണ്ട്. അതിന് തന്നെ കണ്ണ് ആവശ്യമുണ്ട്. നമ്മുടെ കണ്ണിനുള്ളിലെ പല കാര്യങ്ങൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് അള്ളാഹു തആല. അതൊന്നുമില്ല എങ്കിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. എന്നാൽ അള്ളാഹു തആലാക്ക് ഇങ്ങനെ ഒരു മാധ്യമത്തിൻ്റെയും ആവശ്യമില്ല. കണ്ണില്ലാതെ തന്നെ അള്ളാഹു തആലാക്ക് കാണാൻ കഴിയും. ഇപ്പം 2 ഗുണങ്ങൾ കൂടി നമ്മൾ പഠിച്ചു. അള്ളാഹു തആലാക്കുള്ള കേൾവിയും അതുപോലെ തന്നെ കാഴ്ചയും. കേൾക്കാൻ അള്ളാഹു തആലാക്ക് കാതാവശ്യമില്ല. കാതില്ലാതെ തന്നെ അള്ളാഹു തആലാക്ക് കേൾക്കാൻ കഴിയും. അതുപോലെ തന്നെ കണ്ണില്ലാതെ തന്നെ അള്ളാഹു തആലാക്ക് കാണാൻ കഴിയും. എന്നാൽ നമുക്ക് കാതുണ്ടെങ്കിലേ, അതിനുള്ളിൽ സജ്ജീകരിച്ച് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ നമ്മുടെ കേൾവി അള്ളാഹു തആല നൽകിക്കൊണ്ടിരിക്കുന്ന കേൾവിയാണ്. നമ്മുടെ കാഴ്ച അള്ളാഹു തആല നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെത് ആരും നൽകുന്നതല്ല, അള്ളാഹുവിന് സ്വയമുള്ളതാണ്. അത് എല്ലാത്തിനെയും, ശബ്ദങ്ങളല്ലാത്തതിനെയും അള്ളാഹു തആലക്ക് കേൾക്കാൻ കഴിയും. നിറങ്ങളല്ലാത്തതിനെയും അള്ളാഹു തആലക്ക് കാണാൻ കഴിയും. ഇതാണ് സമഅ, ബസറി എന്നീ 2 ഗുണങ്ങൾ. സമഅ എന്ന് പറഞ്ഞാൽ കേൾവി, ബസറി എന്ന് പറഞ്ഞാൽ കാഴ്ച. അള്ളാഹു തആലേൻ്റെ 13ാമത്തെ ഗുണം നമ്മൾ പഠിക്കുന്നത് കലാമി എന്നതാണ്. കലാമി എന്നാൽ സംസാരം. അള്ളാഹു തആല സംസാരമുള്ളവനാണ്. എന്നാൽ നമ്മളെപ്പോലെ നാക്കുകൊണ്ട് സംസാരിക്കുന്നവനല്ല അള്ളാഹു. നമ്മൾ സംസാരിക്കുന്നത് നാക്കുകൊണ്ടാണ്. നമുക്ക് സംസാരിക്കണമെങ്കിൽ ഒരു ഭാഷ വേണം. ഒന്നുകിൽ മലയാളത്തിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ, അതല്ലെങ്കിൽ അറബിൽ. ഇങ്ങനെ പലവിധ ഭാഷകളിലാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ അള്ളാഹു തആല ശബ്ദമില്ലാതെ, നാക്കുകൊണ്ടല്ലാതെ സംസാരമുള്ളവനാണ്. അള്ളാഹു തആല സംസാരമുള്ളവനാണ്. അള്ളാഹു തആലാന്റെ സംസാരത്തിന് ശബ്ദമോ ഭാഷയോ ഒന്നും ഇല്ല. മാത്രമല്ല, നാക്ക് പോലത്തെ മാധ്യമങ്ങളില്ലാതെ തന്നെ അള്ളാഹു തആല സംസാരിക്കും. അതാണ് അള്ളാഹുവിൻ്റെ കലാമി എന്ന ഗുണം. അപ്പോൾ സമഅ, ബസ്വർ, കലാമി എന്നീ 3 ഗുണങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി 14ാമത് നമ്മൾ പഠിക്കുന്നത് ഖാദിർ. അള്ളാഹു തആല കഴിവുള്ളവനാണ്. ഖാദിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല കഴിവുള്ളവനാണ്. 15 മുരീദ്. അള്ളാഹു തആല വേണ്ടുകയുള്ളവനാണ്. 16 ആലിം. അള്ളാഹു തആല സർവജ്ഞനാണ്, എല്ലാത്തിനെ കുറിച്ചും അറിവുള്ളവനാണ്. 17 ഹയ്യ്. അള്ളാഹു തആല ജീവുള്ളവനാണ്. അള്ളാഹു തആല ജീവുള്ളവനാണ്. 18 സമീഅ. അള്ളാഹു തആല കേൾവിയുള്ളവനാണ്. അള്ളാഹു തആല കേൾവിയുള്ളവനാണ്. 19 ബസീർ. അള്ളാഹു തആല കാഴ്ചയുള്ളവനാണ്. 20 മുത്തക്കല്ലിമ്. അള്ളാഹു തആല സംസാരമുള്ളവനാണ്.
ഇങ്ങനെ 20 ഗുണങ്ങളാണ് അള്ളാഹുവിന് വാജിബായ ഗുണങ്ങൾ. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഈ 20 ഗുണങ്ങളും കാണാതെ നിങ്ങളെല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ. ശരി, ഇനി പാഠം ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 11 സംഅ കേൾവി. 11 സംഅ കേൾവി. കേൾവി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കാതില്ലാതെ തന്നെ, ചെവിയില്ലാതെ തന്നെ അല്ലാഹു തആലക്ക് കേൾക്കാൻ കഴിയും. പിന്നെ അല്ലാഹു തആല ശബ്ദങ്ങളല്ലാത്തതിനെയും കേൾക്കും. അല്ലാഹു തആലക്ക് ഉള്ള ഗുണമാണ്, ആരും നൽകിയതല്ല, സ്വയം ഉള്ള ഗുണമാണ്. അല്ലാഹു തആലക്ക് ഉള്ള ഗുണമാണ് സംഅ എന്നത്, കേൾവി. 12 ബസ്വർ. 12 ബസ്വർ കാഴ്ച. കാഴ്ച എന്ന ഗുണം അല്ലാഹു തആല കണ്ണില്ലാതെ തന്നെ കാണുന്നവനാണ്. കണ്ണില്ലാതെ തന്നെ കാണുന്നവനാണ്. അല്ലാഹു തആല എല്ലാത്തിനെയും കാണും, നിറങ്ങളല്ലാത്തതിനെയും അല്ലാഹു തആല കാണുന്നവനാണ്. നമ്മളൊക്കെയും അങ്ങനെ എല്ലാത്തിനെയും കാണാനുള്ള ശേഷി ഉള്ളവരല്ല. അല്ലാഹു തആല നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കുള്ളത്. അത് തന്നെ നമുക്ക് കണ്ണ്, അതിൻ്റെ കാഴ്ചശക്തി പോലത്തെ ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇങ്ങനെ നമ്മുടെ കാഴ്ച എന്ന ഗുണത്തിന് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അല്ലാഹു തആല ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ, കണ്ണ് അതുപോലത്തെ കാര്യങ്ങളൊന്നുമില്ലാതെ തന്നെ അല്ലാഹു തആല കാണുന്നവനാണ്. അല്ലാഹു തആലയുടെ കാഴ്ച എന്നത് സ്വയമുള്ളതാണ്, അത് മറ്റാരും നൽകുന്നതല്ല. പിന്നെയോ അല്ലാഹു തആല എന്തിനേയും കാണും. അല്ലാഹു തആല നിറങ്ങളല്ലാത്തതിനെയും കാണും. 13 കലാമ്, സംസാരം. 13ാമത്തെ ഗുണം കലാമ്, സംസാരം. സംസാരം എന്നത് നമ്മൾ നാക്കുകൊണ്ട് നടത്തുന്നത് പോലെയല്ല. അല്ലാഹു തആല നാക്കില്ലാതെ തന്നെ സംസാരമുള്ളവനാണ്. ഭാഷയോ ശബ്ദമോ ഇല്ലാതെ തന്നെ അല്ലാഹു തആല സംസാരമുള്ളവനാണ്. അല്ലാഹു തആലക്ക് സംസാരിക്കാൻ നാക്ക് ആവശ്യമില്ല. ഇങ്ങനെ ഉള്ള ഗുണമാണ് സംസാരം എന്നത് കേട്ടോ. അതാണ് പറയുന്നത് 13 കലാമ്, സംസാരം. 14 ഖാദിർ, കഴിവുള്ളവൻ. 15 മുരീദ്, വേണ്ടുകയുള്ളവൻ. 15 മുരീദ്, വേണ്ടുകയുള്ളവൻ. ഉണ്ടാകാവുന്ന എല്ലാ ഒന്നും ഉണ്ടാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും അവ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതുമെല്ലാം അല്ലാഹു തആലയാണ്. അല്ലാഹു തആലയുടെ ഈ ഗുണമാണ് നമ്മൾ പറയുന്നത്. അല്ലാഹു തആല വേണ്ടുകയുള്ളവനാണ്. 16 ആലിം. 16 ആലിം, അല്ലാഹു തആല അറിവുള്ളവനാണ്. അല്ലാഹു തആല എല്ലാത്തിനെ കുറിച്ചും സർവജ്ഞനാണ്. 17 ഹയ്യ്, ജീവുള്ളവൻ. 17 ഹയ്യ്, ജീവുള്ളവൻ. അല്ലാഹു തആല നമ്മളെ പോലെ ശരീരം, അതുപോലെ തന്നെ വായു, ഭക്ഷണം ഇതൊന്നും ആവശ്യമില്ലാതെ തന്നെ അല്ലാഹു തആല ജീവുള്ളവനാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അല്ലാഹു തആലക്ക് ജീവ് എന്ന ഗുണമുണ്ട്. 18 സമീഅ, കേൾവിയുള്ളവൻ. അല്ലാഹു തആല സമീഅ ആണ്, അഥവാ കേൾവിയുള്ളവനാണ്. നമ്മൾ പറഞ്ഞു കേൾവി എന്ന ഗുണത്തെ, ആ കേൾവിയുള്ളവനാണ് അല്ലാഹു തആല. 19 ബസ്വീർ, കാഴ്ചയുള്ളവൻ. നമ്മൾ കാഴ്ച എന്ന ഗുണത്തെ നേരത്തെ പറഞ്ഞു, ആ കാഴ്ചയുള്ളവനാണ് അല്ലാഹു തആല. 20 മുതകല്ലിം, സംസാരമുള്ളവൻ. അല്ലാഹു തആലയുടെ സംസാരം എന്ന ഗുണത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. നാക്കില്ലാതെ തന്നെ സംസാരം ഉള്ളവനാണ്. അതുപോലെ തന്നെ ഭാഷ, ശബ്ദം ഇതൊന്നുമില്ലാതെ തന്നെ സംസാരമുള്ളവനാണ്. ഇങ്ങനെ സംസാരം എന്ന ഗുണമുള്ളവനാണ് അല്ലാഹു തആല, മുതകല്ലിം. അതാണ് 20ാമത്തെ ഗുണം, മുതകല്ലിം, സംസാരമുള്ളവൻ. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 11 മുതൽ 20 വരെയുള്ള ഗുണങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഓർക്കുന്നുണ്ടോ ഏതൊക്കെ? സംഅ, ബസ്വർ, പിന്നെ കലാമ്, ഖാദിർ, മുരീദ്, ആലിം, ഹയ്യ്, സമീഅ, ബസീർ, പിന്നെ മുതകല്ലിം. ഇങ്ങനെ 20 ഗുണങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എല്ലാവരും ഇവ കാണാതെ പഠിക്കണം കേട്ടോ. എന്നിട്ട് ഉസ്താദുമാർക്ക് പറഞ്ഞു കൊടുക്കണം. അതിനു പുറമെ ഇവ തെറ്റാതെ
വിട്ട് വിട്ട് എഴുതി അതും ഉസ്താദുമാർക്ക് അയച്ചു കൊടുക്കണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.